മനുസ്മൃതി പറയുന്ന ബ്രാഹ്മൺ ഇരിക്കുന്ന കസേരയിലെങ്ങാനും ചെന്നൊരു താണജാതിക്കാരൻ ഇരിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ പൃഷ്ഠഭാഗം അങ്ങ് വെട്ടിക്കളയണമെന്ന് പറയുന്നത്, ഈ ബാക്കേ വെട്ടിയങ്കളയണമെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ മനസ്സിനകത്തുള്ള ക്രിമിനൽ കോൺഷ്യസ്നെസ് എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു. എത്ര വലിയ ഹേട്രഡാണ് സഹജീവിയായ മനുഷ്യനോട്, അവൻ്റെ അവകാശങ്ങളോട് എത്ര വലിയ വിരോധമാണ് ഇവിടെ പുലർത്തിയിരുന്നത്. ഇന്ത്യ ഇന്ന് പുലർത്തുന്ന ഹിംസാത്മകമായ ഈ വയലൻസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ഈ ദർശനത്തിലാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇന്ത്യയാണ് ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14. പിന്നീടോ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞു, നീതി, സാമൂഹ്യ നീതി വേണം, സാമ്പത്തിക നീതി വേണം, രാഷ്ട്രീയ നീതി വേണം. ഇതൊന്നും പാടില്ല എന്നതാണ് നമ്മുടെ ജാതിയുടെ നിയമം. ജാതി തൂത്താ പോകുന്ന ഒന്നല്ലല്ലോ ജാതി. ഇപ്പോൾ പല വാദങ്ങളുണ്ട്. ജാതി സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി, പ്ലാസ്റ്റർ ഉള്ളത് കൊണ്ടാണ് കാല് പൊട്ടിയെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി വന്നത്, മനസ്സിലാക്കണം. പനി പിടിച്ചത് കൊണ്ടാണ് മഞ്ഞ് വന്നത് എന്നാണ് പറയുന്നത്. മഞ്ഞ് കൊണ്ടത് കൊണ്ടാണ് പനി വന്നത്. പക്ഷേ ഇപ്പം പറയുന്ന വാദം, സവർണ യുക്തി എന്ന് പറയുന്നത് ഈ പനി പിടിച്ചത് കൊണ്ടാണ് മഞ്ഞ് വന്നത് എന്നാണ് പറയുന്നത്.